ആയിരുന്നു, അമ്മ കോൺഗ്രസ് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് രണ്ടും കെട്ടവനായി. അച്ഛനും അമ്പലത്തിൽ പോകില്ല, അമ്മയും പോകില്ല, ഞങ്ങൾ ആരും പോകാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല. അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേ ഇല്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു. ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയൊക്കെ എടുത്തിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു, തൊഴുതോ? ഞാൻ പറഞ്ഞു ഇല്ല. തൊഴണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണ് മനസ്സിലായി. അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല. ഈ താടി കണ്ടില്ലേ, ഒട്ടിച്ച താടിയാണ്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ്. അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു